നിങ്ങൾക്കല്ല സുഖം തന്നെ. ഇപ്പൊ ഇവിടെ ഭയങ്കര മഴ, പുറത്ത് ചെയ്യാൻ കഴിയുന്നേ ഇല്ല. 3-4 ദിവസമായി മഴ തുടങ്ങിയിട്ട്. നിങ്ങളുടെ നാട്ടിലെല്ലാം മഴ ഉണ്ടോ എന്തോ. ഞാൻ ഇന്നൊരു പുട്ടുണ്ടാക്കാറിഞ്ഞിട്ടില്ലത്. എല്ലാരും പുട്ട് ചുടുന്ന കണക്കല്ല, കുറച്ച് വ്യത്യാസത്തിൽ ചുടുന്നത്. വെജിറ്റബിൾ പുട്ട്. പുട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോ കുഞ്ഞൊന്നും അങ്ങനെ തിന്നില്ല. പുട്ട് വേണ്ട അറിയും. അങ്ങനെ ഞങ്ങൾ പച്ചക്കറിയും പഴവും എല്ലാം കൂട്ടിയിട്ട് ഇന്നാക്കുന്നത്. ഇവിടെ പിന്നെ കുഞ്ഞൊന്നും ഇല്ലല്ലോ, ഞാനും മോനേ ഇല്ലു. ഞങ്ങൾക്ക് തിന്നറിഞ്ഞിട്ട് ആക്കുന്നത്. അപ്പൊ നിങ്ങളും ഇതുപോലെ കുഞ്ഞൊക്കെ ആക്കിയിട്ട് കൊടുക്കണം. പുട്ടിന് വേണമെന്ന ചേരുവയെല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് ഇപ്പിന്റെ വെള്ളാക്കിയത്, ഇത് ചൂടുവെള്ളം, ഇത് കുറച്ച് സമയം. പുട്ടിന്റെ പാകം വരണമെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ പൊടി ആയിക്കൂടാ, ഇങ്ങനെയാണ്. ഇപ്പൊ നല്ല പാകത്തിലായത്. നേരത്തെ ഞാൻ പുട്ടിന്റെ പൊടി വറുത്തിട്ട് വെച്ചു, പിന്നെ ഞാൻ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതും വെച്ചു, ചൂടുവെള്ളം ഒഴിച്ചു. അങ്ങനെ നല്ല പാകത്തില് ആയിപ്പോ. പച്ചക്കറിയെല്ലാം മുരിക്കുന്നതൊക്കെ കാണിക്കറിഞ്ഞിട്ടുണ്ടായിന്. അപ്പോഴൊക്കെ എനിക്ക് ചിരണ്ടി ഇതാക്കുന്നൊന്നും അറിയില്ല. അതെല്ലാം മോനാക്കി. എനിക്ക് മുരിക്കാൻ മാത്രമേ അറിയൂ. ഇത് ബീട്രൂട്ട് ചിരണ്ടി വെച്ചത്, ഇത് ക്യാരറ്റ് ചിരണ്ടി വെച്ചത്, ഇത് നേന്ത്രക്കായ് മുറിച്ച് വെച്ചത്, ഇത് വള്ളിപ്പയർ മുറിച്ച് വെച്ചത്, ഇത് തേങ്ങ ചെരിയിട്ട് വെച്ചത്. പുട്ടിന്റെ കുറ്റിയിൽ ഇനി ചില്ലി വെക്കുന്നു. നേരെ തന്നെ ആണം, അല്ലെങ്കിൽ എല്ലാം താഴെ ഉണ്ടാവും. ഞാൻ പുട്ടുണ്ടാക്കാൻ തുടങ്ങുന്നു. ആദ്യം കുറച്ച് തേങ്ങ ഇടണം. അത് കഴിഞ്ഞിട്ട് അരി. വള്ളിപ്പയർ മുറിച്ചത് കുറച്ചിടണം. വള്ളിപ്പയറിട്ടു. ഇനി കുറച്ച് അരിപ്പൊടി ഇടണം ആദ്യം. ഇത് കുറച്ച് ക്യാരറ്റ് ചരണ്ടിയത് ഇടുന്നു. ഇപ്പൊ നല്ല ഓറഞ്ച് കളറായി. ഇനി കുറച്ച് അരിപ്പൊടി ഇടണം. ഇനി കുറച്ച് തേങ്ങ ആദ്യം ഇടുന്നു. അതിന്റെ മീത്ത ചുവന്ന കളർ ഇടണം. കുറച്ച് ബീട്രൂട്ട് ഇടണം. ഇനി കുറച്ച് ആദ്യം അരിപ്പൊടി ഇടുന്നു. ഇനി കുറച്ച് തേങ്ങ ഇടുന്നു. കുറച്ച് വള്ളിപ്പയർ മുറിച്ചത് ആദ്യം ഇടുന്നു. മഴയില്ലായതുകൊണ്ട് കുറച്ച് ഒച്ചയെല്ലാം വ്യത്യാസമുണ്ട്. വള്ളിപ്പയറിന്റെ മുകളിൽ കുറച്ച് തേങ്ങ ഇടുന്നു ആദ്യം. തേങ്ങ ഇട്ടു. ഇനി ക്യാരറ്റ് ചരണ്ടിയത് കുറച്ചിടുന്നു. ഇനി കുറച്ച് അരിപ്പൊടി ഇടുന്നു. ഇതിന്റെ മുകളിൽ കുറച്ച് തേങ്ങ ഇടുന്നു. ഇതിന്റെ മുകളിൽ കുറച്ച് നേന്ത്രക്കായ് മുറിച്ചതിടാ. അത് നല്ല നാടൻ കായ്. അത് താഴെ ഇട്ടിട്ടില്ല, കുറച്ച് നല്ലോണം ഇടാലോ. ഇപ്പൊ എല്ലാം ഇട്ടിട്ട് റെഡിയായി. നേന്ത്രക്കായ് ഇട്ടു. ഇനിയിപ്പൊ മൂടിടുന്നു. ഇനി പുട്ടുംകുറ്റിയെ തീമാക്കുന്നു. പുട്ടുംകുറ്റിയിൽ വെള്ളം വെച്ച പാങ്ങിൽ തിളച്ചു. പുട്ടുംകുറ്റി വെച്ചു. ഇനി തിളച്ചിട്ടാകുമ്പോ കാണിക്കാനുള്ള. നമ്മളെ ഇന്നത്തെ പുട്ട് റെഡിയായി. ഞാൻ പാത്രത്തിലിട്ടിട്ട് നിങ്ങളെ കാണിക്കാം. ഇത് ഞാൻ പാത്രത്തിലിടുന്നു. പുട്ട് ഞാൻ നല്ല എടുക്കുന്നു. ഇതാ പാങ്ങില് കിട്ടി. നമ്മളെ കളറ് കുറേ ഇല്ല, പുട്ട് റെഡിയായി. നമ്മളെ പുട്ടിൽ എന്തെല്ലാം കളറ്? പച്ച, ഓറഞ്ച്, ചുവപ്പ്, പച്ച, ഏറ്റവും താഴെ മഞ്ഞ കളർ. നേന്ത്രക്കായ് മുറിച്ചത് മാത്രം നേരെ നിന്നിട്ടില്ല, അത് കുറച്ച് എളീറ്റ് വീണുപോയി. ബാക്കിയെല്ലാം നല്ല കളറിൽ നിന്നു. പുട്ടും കട്ടൻ ചായയും പപ്പടും കൂട്ടിയിട്ട് ഞാനിന്ന് പാങ്ങണ്ട് വെക്കുന്നു. ഏത് ഭാഗത്തുനിന്ന് എടുക്കണമെന്ന് തിരിയുന്നില്ല ഈ കളറിലായതുകൊണ്ട്. ഇവിടുന്ന് തന്നെ തുടങ്ങാം. ആദ്യം ഞാൻ പഴം തന്നെ വേവിച്ചതിനെ എടുക്കുന്നത്. ഇനി ഞാൻ കളറ് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഇതും പാങ്ങില് സൂപ്പർ. ഇന്നത്തെ എല്ലാം നല്ല പാങ്ങുണ്ട്. ഇന്നത്തെ വൈകിട്ടത്തെ ചായയുടെ പലഹാരമെല്ലാം നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ആക്കണം.
എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ പുതിയ വിശേഷമായി കാണാം.